6 മാസം മുമ്പ് വാക്ക് തർക്കത്തിന്റെ പേരിൽ മലപ്പുറം അരീക്കോട് വിദ്യാർത്ഥിയെ ക്രൂരമായി ആക്രമിച്ചു. അരീക്കോട് വടക്കുമുറി സ്വദേശി മങ്ങാട്ടുപറമ്പിൽ മുബീൻ മുഹമ്മദാണ് അക്രമത്തിനിരയായത്. സംഭവത്തിൽ 6 പേർക്കെതിരെ കേസെടുത്തു. അക്രമി സംഘത്തിലുണ്ടായിരുന്ന വിദ്യാർത്ഥി മറ്റൊരു വിദ്യാർത്ഥിയോട് സംസാരിക്കുന്നതിന്റെ ശബ്ദരേഖ കേരള വിഷൻ ന്യൂസിന് ലഭിച്ചു. പ്രശ്നം ഇത് അടിച്ചോ? കണ്ണൊക്കെ പോയി ഹോസ്പിറ്റലിലാണൊക്കെ പറയില്ലേ ചോട്ട ഞാൻ വിളിച്ചോടെ? വിളിച്ചില്ല അതുകൊണ്ട് പറയലിട്ടു, ആരോടും പറയലിട്ടു, അറിഞ്ഞിട്ടില്ല. ഓക്കെ ഉണ്ടല്ലോ. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി റിയാസ് KMR ചെയ്യുന്നുണ്ട്. റിയാസ്, എന്താണ് സംഭവം? വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ. നമ്മൾ ഈ ഷഹബാസിന്റെ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ കണ്ട ഒരു വിഷയമാണ്. ഈ ഷഹബാസിനെ വിളിച്ചു വരുത്തുകയും അവിടെ ഒരു സംഘർഷം സൃഷ്ടിക്കുകയും അതുമായി ബന്ധപ്പെട്ട സംഘർഷത്തിൽ പരിക്കേറ്റ് ഷഹബാസ് കൊല്ലപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് സമാനമായ രീതിയിലാണ് ഇത്തരത്തിലൊരു മർദ്ദനം ഈ മുബീൻ മുഹമ്മദ് എന്ന് പറയുന്ന വിദ്യാർത്ഥിക്കെതിരെ ഉണ്ടായിരിക്കുന്നത്. മലപ്പുറം അരീക്കോട് മൂർക്കനാട് സുബുലുസലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈ മുബീൻ മുഹമ്മദ്. ഇദ്ദേഹം ഒരു കായിക താരം കൂടിയാണ്. ഇദ്ദേഹം ഈ സ്പോർട്സ് പരിശീലനം കഴിഞ്ഞ് സ്പോർട്സ് ക്യാമ്പിലെ പരിശീലനം കഴിഞ്ഞ് തിരികെ വരുന്ന സമയത്താണ് 6 അംഗ സംഘം അവിടേക്കെത്തി ഇദ്ദേഹത്തെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇത് 6 മാസം മുൻപ് ഈ മുബീനും മറ്റൊരു വിദ്യാർത്ഥിയും തമ്മിൽ സ്കൂളിൽ വെച്ച് വാക്ക് തർക്കമുണ്ടായിരുന്നു. അതിൻ്റെ പകപോക്കലിൻ്റെ ഭാഗമാണ് ഇപ്പോഴത്തെ ഈ ഒരു ആക്രമണം എന്നുള്ളതാണ് മുബീൻ വ്യക്തമാക്കുന്നത്. ഇതിൽ കർശന നടപടി വേണമെന്ന് മുബീൻ്റെ ബന്ധുക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ പറയുന്നത് ഇതൊരു ഷഹബാസിൻ്റെ സമാനമായ രീതിയിൽ ഷഹബാസ് മോഡൽ ആ രീതിയിലുള്ള ഒരു അക്രമമാണ് നടന്നത്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഈ ജീവൻ രക്ഷപ്പെട്ടത് എന്നത് കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. മാത്രമല്ല ഈ മുബീൻ്റെ കണ്ണിനും ഒപ്പം മുഖത്തുമെല്ലാം തന്നെ പരിക്കുണ്ട്. ഇദ്ദേഹത്തെ അരീക്കോട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സംഭവത്തിൽ 6 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. റിയാസ്, ഈ മുബീൻ മുഹമ്മദിന്റെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണോ? ഇപ്പോഴും ആശുപത്രിയിൽ തന്നെയാണോ തുടരുന്നത്? മുബീൻ ഇപ്പോഴും ആശുപത്രിയിൽ തന്നെ തുടരുകയാണ്. അരീക്കോട് ആശുപത്രിയിലാണ്, താലൂക്ക് ആശുപത്രിയിലാണ് തുടരുന്നത്. ഇനിയും അദ്ദേഹത്തിന് ഏതാനും ദിവസം കൂടി ആശുപത്രിയിൽ കഴിയേണ്ടി വരും എന്നാണ് അറിയാൻ കഴിയുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം, ഈ ഒരു കുട്ടികൾക്കിടയിൽ ഇത്തരത്തിലുള്ള ഒരു പ്രവണത വർദ്ധിച്ചു വരുന്നു എന്ന ദൗർഭാഗ്യകരമായൊരു അവസ്ഥയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. താമരശ്ശേരിയിലായാലും അതിനുശേഷം ഇപ്പോൾ അരീക്കോടായാലും ഇത്തരത്തിൽ കുട്ടികൾക്കിടയിൽ ഇങ്ങനെയൊരു അക്രമവാസന വർദ്ധിച്ചു വരുന്നു. അവർക്കിടയിൽ പരസ്പരം വാക്കുതർക്കങ്ങൾ, സംഘർഷങ്ങൾ ഒക്കെ ഉണ്ടാകുന്നു. അത് സ്വാഭാവികമായിട്ടും ആ വാക്കുതർക്കങ്ങളും സംഘർഷങ്ങളും നിയന്ത്രിക്കാൻ കുട്ടികൾക്ക് സാധിക്കുന്നില്ല. അത് ഇത്തരത്തിലുള്ള ഒരാളുടെ ഒരുപക്ഷെ ഒരു കുട്ടിയുടെ ശാരീരികമായ അക്രമത്തിന് ആ കുട്ടി നേരിടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതേസമയം തന്നെ ഷഹബാസിൻ്റെ കൊലപാതകത്തിലേക്ക് പോലും നയിക്കപ്പെട്ട സംഘർഷമെല്ലാം നമ്മുടെ മുൻപിലുണ്ട്. അതിന് സമാനമായ രീതിയിൽ ഇത്തരത്തിൽ വീണ്ടും അക്രമം ഉണ്ടാകുന്ന ഒരു സ്ഥിതി വരുമ്പോൾ അത് ഏറെ ഗൗരവകരമായ ഒരു കാര്യമാണ്. ഇക്കാര്യത്തിൽ പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കണം എന്നൊരാവശ്യം പൊതുവിൽ ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസും വളരെ ഗൗരവത്തോടു കൂടിയാണ് ഈ വിഷയത്തെ എടുത്തിട്ടുള്ളത്. നിലവിൽ 6 പേർക്കെതിരെ കേസെടുത്ത പോലീസ് ഇതാരൊക്കെയാണ് ഈ 6 പേർ അവരെ കണ്ടെത്താനുള്ള ശ്രമം ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ മുബീൻ മുഹമ്മദിന്റെ മൊഴി രേഖപ്പെടുത്താനുള്ള ശ്രമവും പോലീസിന്റെ ഭാഗത്തുനിന്ന് തുടങ്ങിയിട്ടുണ്ട്.